നീയോ? നിനക്കെന്താ ഇവിടെ കാര്യം? എന്റെ അളിയന്മാര് താമസിക്കുന്ന മുറിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ഓ ഇതാണല്ലേ പെങ്ങളെ ശുശ്രൂഷിക്കാണെന്ന് പറഞ്ഞ് കള്ളത്തരവ് പറഞ്ഞ് ആങ്ങളമാരെ തിന്നു കുടിച്ച് കിടക്കുന്ന മുറി. പെങ്ങൾക്ക് വായ ഗുളിക പോലും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇത് ഫാർമസിയിലോ ലാബിലോ സ്കാനിങ്ങിലോ എത്തി നോക്കിയിട്ട് ബിൽ സെക്ഷനും ക്യാഷ് കൗണ്ടറും എവിടെയാണെന്ന് പോലും അറിയത്തില്ല. നിങ്ങളെ നോക്കാനായിട്ട് വന്ന് കിടക്കുന്നതായിട്ട് നിങ്ങളെ ബാലേന്ദ്ര, ഇത് ഞങ്ങൾ കാശ് കൊടുത്ത് റെന്റിന് എടുത്തേക്കുന്ന റൂമാ. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടല്ല റൂം റെന്റ് പേ ചെയ്യുന്നത്. തന്റെ പ്രസംഗമൊക്കെ അവിടെ നിൽക്കട്ടെ. അലീന എവിടെ? എന്റെ മോള്. തന്റെ മോള് നാണമില്ലടോ തനിക്ക് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറയാൻ? എന്തിനാ കാണിക്കുന്നത്? എന്റെ മോള് തന്നെ. ഞാൻ DNA ടെസ്റ്റ് പോലും നടത്തിട്ടാ അവിടെ എന്റെ മോളായിട്ട് സ്വീകരിച്ചത്. മിണ്ടരുത് നീ. ഞങ്ങളുടെ പെങ്ങളെ യാതൊരു ഉളുപ്പും ഇല്ലാതെ ഇത്രയും കാലം വഞ്ചിച്ചിട്ട് നീ കോപ്പിലെ ന്യായം പറയുന്നോടാ. തെരുവ് തോറും അലഞ്ഞു കിടക്കുന്ന പട്ടിക്ക് പലയിടത്തും കുഞ്ഞുങ്ങൾ ജനിക്കും. അവറ്റൊക്കെ അന്തസ്സും അഭിമാനമുള്ളൊരു ജീവിക്കുന്ന കുടുംബത്തെ വിളിച്ചു കയറ്റി മകളായിട്ടും മാനസപുത്രിയായിട്ടും വാഴിക്കാൻ ശ്രമിച്ചാറുണ്ടല്ലോ. കയ്യും കെട്ടി നോക്കി നിൽക്കില്ല ഞങ്ങള്. അയ്യോ സോറി രാജീവ് കുമാര, ഞാൻ അവളെ വായിച്ചു കഴിഞ്ഞു. എന്റെ മകളായിട്ട് ഇനി എനിക്ക് അവളെ പേശി. ചെറ്റത്രം കാണിച്ചിട്ട് നീ ഞങ്ങളെ കളിയാക്കണം. ക്ഷമയുടെ നെല്ലിപ്പലകയിൽ ഇറങ്ങുന്നോണ്ടാ ഞങ്ങളിപ്പോ നിന്നോട് സംസാരിക്കുന്നത്. കുടുംബത്തിന്റെ മാന രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യും? ഏതറ്റം വരെ പോകും. ഞങ്ങളുടെ ഒരുത്തൻ ജയിലിൽ കയറേണ്ടി വന്നാൽ കേറൂടാ ഞങ്ങളെ പെങ്ങൾക്ക് വേണ്ടി. ആ അറിയാടോ, എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണ് കൈതക്കൽ വീട്ടുകാരെന്ന് ശരിക്കും അറിയാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ മോളവിടെ അലീന. അലീന എന്താ ഞങ്ങളുടെ മണിക്കൂത്തിലെടുത്ത് വെച്ചേക്കാണ്? ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ? നീ വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കണം. അല്ല ശിവേട്ടാ, ഇത് കുട്ടിക്കളിയല്ല. എന്റെ മോക്കൊരു പോറലെങ്കിലും ഏറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടൽ കടന്ന് എങ്ങോട്ട് പോകാൻ പോകുന്നില്ല. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. നീ പോയി കൊടുക്കണ കംപ്ലൈന്റ്. നീ കാണാൻ പോകുന്ന പോലീസിന്റെ അങ്ങേയറ്റത്തെ പോലീസിനെ കണ്ടിട്ട് വരാൻ ഞങ്ങൾ ഇവിടെ. ആ എന്നാ പിന്നെ നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ ശരിയാക്കി തരാം. സിംഗപ്പൂരിലോട്ടും ദുബായിലോട്ടൊന്നും അല്ല, സെൻട്രൽ ജയിൽ. ഓ നീ ഒന്ന് ഉണ്ടാക്ക്. കാണാം നമുക്ക്. കാണാം, കാണിച്ചു. കഴിഞ്ഞ 22 വർഷം ഞങ്ങളെ ഞങ്ങളുടെ പെങ്ങളെ ചതിച്ചോണ്ടിരിക്കലാണ്. ഞങ്ങളത് നിസ്സാരമായിട്ട് ക്ഷമിച്ച് കളയുന്നാണോ നീ വിചാരിച്ചു? വേറൊരു പെണ്ണിന്റെ കൂടെ അഴിഞ്ഞാടി ജീവിച്ച് ആ വകയിലൊരു കൊച്ചിനെ ജനിപ്പിച്ചിട്ടുള്ള നീ എന്റെ പെങ്ങളെ കഴുത്തിൽ താലി കെട്ടിയത് മനസാക്ഷി തൊട്ട് തേച്ചിട്ടുണ്ടോ അവൻ? ചതിയെ നീ കാണിച്ച വഞ്ചനയ്ക്ക് നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്നാണോ വിചാരിച്ചത്? നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ ബാലേന്ദ്ര. നീ മാത്രമല്ല നിന്റെ പുന്നാര മകളും. ചതിയുടെ വഞ്ചനയുടെ കഥ പറയുമ്പോ എനിക്കൊരു കഥ തിരിച്ച് അങ്ങോട്ടും പറയാനുണ്ട്. നിന്റെ കഥയൊന്നും ഇവിടെ ആർക്കും കേൾക്കണ്ട. കേക്കണോടോ? കേൾക്കാതെ വിടത്തില്ലാതെ പറയാൻ. തന്റെ ചെവിയിലോട്ട് ഞാൻ അടിച്ച് കയറ്റും. നിനക്ക് എന്നാ കോപ്പ പറയാനുള്ളത്? പറ കേക്കട്ടെ. പണ്ട് കൊല്ലപ്പള്ളിന്ന് ഒരു പെണ്ണ് ആഗ്രയ്ക്ക് പോയി. ഏതാണ്ട് 2-2.5 വർഷക്കാലം അവിടെ താമസിച്ചു. അതിനിടയ്ക്ക് അവളൊരു പട്ടാളക്കാരനെ അങ്ങ് സ്നേഹിച്ചു. അവന്റെ കൂടെ കുറെ നാളങ്ങ് ജീവിച്ചു. വീട്ടുകാരന്വേഷിച്ച് ചെന്നപ്പോ അവള് പൂർണ്ണ ഗർഭിണി. വീട്ടുകാരെല്ലാം കൂടെ ഒത്തുചേർന്ന് അപ്പൊ തന്നെ അവളെ തൂക്കിയെടുത്ത് തിരുവനന്തപുരത്തോട്ട്, കൃത്യമായിട്ട് പറഞ്ഞാൽ ശാസ്ത്രമംഗലത്ത് ഒരു വീട്. 2 ആഴ്ച കഴിഞ്ഞപ്പോ നെയ്യാറ്റിക്കരയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് അതീവ രഹസ്യമായിട്ട് അവിടെ പ്രസവം നടത്തി. ജനിച്ച കുഞ്ഞിനെ ഏതോ ഓർഫനേജിൽ എറിഞ്ഞു കൊടുത്തിട്ട് വീട്ടുകാരവളെ കൊല്ലപ്പള്ളിയിലേക്ക് തിരിച്ചുകൊണ്ടെത്തിച്ചു. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞ് തന്തയും തള്ളയും ആങ്ങളമാരും കൂടെ ചേർന്ന് പുന്നാര പെങ്ങളുടെ കല്യാണം കെങ്കേയമായിട്ട് നടത്തി. അവളുടെ പേരറിയണ്ടേ? വൈജയൻ. അവളുടെ തറവാടോ കൈതക്കൽ മാളിക വീട്. എന്തൊരു അന്തസ്! ഇത്രയും പറഞ്ഞ സ്ത്രീക്ക് ബാക്കിയൂടെ പൂർത്തിയാക്കാം. അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഹതഭാഗ്യവാന്റെ പേര് നെടുമ്പുഴയ്ക്കൽ ബാലചന്ദ്ര മേനോൻ. കൊള്ളാവോ എന്റെ കഥ? സൂപ്പർ അല്ലേ? എന്താ മിണ്ടാതെ? ഞാൻ ഇത്ര കാലം ഭാര്യയെ വഞ്ചിച്ചു എന്ന് പറഞ്ഞു ഉറഞ്ഞതുള്ള രാജീവൻ തമ്പുരാന് എന്തെങ്കിലും പറയാനുണ്ടോ? സിംഗപ്പൂരുകാരൻ മേനോന്റെ വായിൽ പഴമാണോ? മിണ്ടാവയ്യ. ബാലേന്ദ്ര, നീ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് വെറുതെ വല്ലവനും വല്ലതും ഒക്കെ. വല്ലവരോ? റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ ഗംഗാധര മേനോൻ തന്റെ ആരാ? ഒരേ തന്തയ്ക്ക് പറഞ്ഞവരല്ലേ നിങ്ങൾ? അല്ലെങ്കിൽ പറ, അമ്മയ്ക്കേ അറിയൂന്ന്. ബാലേന്ദ്ര, നീലഗിരിയിലെ വീട്ടിലും ഹോട്ടൽ മുറിയിലും വെച്ച് സാക്ഷാൽ ഗംഗാധര മേനോനും മാലതി എട്ടത്തിയും എന്റെ അടുത്ത് തുറന്നു പറഞ്ഞ സത്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതല്ല. എന്താടാ ഇപ്പൊ നിന്റെ ചോര തിളയ്ക്കുന്നില്ലേ? ഭൂമിയിലെ സദാചാരം മുഴുവൻ ഞാൻ ഒരൊറ്റൊരുത്തനായിട്ട് തെറ്റിച്ചേർന്ന് അല്പം മുമ്പ് പ്രസംഗിച്ചേർന്നല്ലേ നീ? പെങ്ങള് പ്രസവിച്ചതും വ്യഭിചരിച്ചതും മറച്ചു വെച്ച് കല്യാണം നടത്തി തരാൻ അന്ന് നീയായിരുന്നല്ലോ മുൻപന്തിയിൽ നിന്നത്. ഇപ്പൊ ഒന്നും പറയാനില്ലേ നിനക്ക്? പക്ഷെ ഒരു കാര്യം സമ്മതിച്ചെന്നേ പറ്റൂ. തന്റെ പുന്നാര പെങ്ങളുടെ അഭിനയം. അവളുടെ മുന്നിൽ താനൊക്കെ വെറും ശിശു. ലോകത്തിലെ ഏറ്റവും പരിശുദ്ധയും പതിവ്രതയുമായ ഭാര്യ എന്ന വീട്ടിൽ കഴിഞ്ഞ 23 വർഷക്കാലം അവൾ എന്റെ മുന്നിലൂടെ ഞെളിഞ്ഞു. ഒരിക്കൽ സ്നേഹിച്ചവനെയാണ് ഓരോ നിമിഷവും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കുറ്റബോധമോ മനസ്സലിവോ തരുമ്പോ പോലും ഇല്ലാതെ ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആൾരൂപം പോലെ. സമ്മതിക്കണ്ടേ? സമ്മതിക്കണം. ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ വൈജിയോട് പറഞ്ഞിട്ടില്ല. മനുവിനറിയാം, എന്റെ കൃഷ്ണമോൾക്കും അറിയാം. അവരും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ പറയും. എന്റെ മോളെ ഒരു കേടും കൂടാതെ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാനിതൊക്കെ ചെണ്ട കൊട്ടി വിളംബരം ചെയ്യും. അലീനയെ തട്ടിക്കൊണ്ടുപോയി തറങ്കലിൽ വെച്ചോണ്ട് ബാലചന്ദ്രനോട് വിലപേശാമെന്നും പാഠം പഠിപ്പിക്കാമെന്നും വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് കൊല്ലപ്പള്ളി കൊണ്ടുപോയി വെച്ചേക്ക്. ഇവിടെ ചിലവാകത്തില്ല. അത്യാവശ്യം കളിക്കേണ്ട കളികളൊക്കെ അറിയാന്നുള്ളവനാ പറഞ്ഞത്. നിങ്ങൾ പോലീസിന്റെ കൊമ്പത്ത് പിടിച്ചാലേ ഞാൻ ക്യാബിനറ്റിന്റെ കൊമ്പത്ത് പിടിക്കും. നമുക്ക് നോക്കാം. ഞാനിപ്പോ എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോവാ, പരാതി കൊടുക്കാം. എന്ത് വേണോ നിങ്ങൾ ആലോചിക്കുക. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച മോളെ ഞാനതുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ കൊടുത്തിട്ട് വരാം. മോൾ ഇവിടെ ഇരുന്നോ, സ്റ്റേഷനിലേക്ക് കയറി വരണ്ട. അച്ഛൻ പോയിട്ടോ? പേടിയില്ലല്ലോ. സർ. യെസ് കമിൻ. ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, എന്താണ് ഈ വഴിയൊക്കെ? വൈഫിന്റെ ആക്സിഡന്റ് എന്ന് കണ്ടതാണല്ലോ. സാറാണ് രക്ഷാപ്രവർത്തനത്തിന്റെ മുന്നിൽ നിന്ന് ഞാൻ അറിഞ്ഞത്. ഇപ്പൊ 3 ദിവസമല്ലേ ആയുള്ളൂ. എങ്ങനെയുണ്ട് വൈഫിന്? കുറെ മാറ്റമുണ്ട്. ഞാൻ താങ്കളെ പ്രത്യേകം വന്നതിന് നന്ദി പറയാനിരിക്കുക. അപ്പോഴാണ് ഇടയ്ക്ക് വേറൊരു പ്രോബ്ലം. എന്ത് പ്രോബ്ലം? എന്റെ മോളെ കാണാനില്ല. ഇന്ന് വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാ, വീട്ടിലെത്തിയിട്ടില്ല. അതെന്തു പറ്റി? എവിടെ പോയി? ഒരറിവില്ല. ഫോൺ ഓഫ്. സാർ അടിയന്തരമായിട്ടൊന്ന് അന്വേഷിക്കണം. ആരെങ്കിലും സംശയമുണ്ടോ? ശത്രുക്കൾ? എന്റെ ഭാര്യ വീട്ടുകാരെ സംശയമുണ്ട്. വൈഫിന്റെ ബ്രദേഴ്സ്. അവർക്ക് എന്തിനാണ് നിങ്ങളോട് ശത്രുത? സാർ ഞാനെല്ലാം ഈ പരാതിയിൽ വിശ്വാസമായിട്ട് എഴുതിയിട്ടുണ്ട്. സാർ അത് വായിച്ചിട്ട് എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിക്കണം. എന്തെങ്കിലും തെളിവ് അവർക്കെതിരെ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? സാർ അതൊന്ന് വായിച്ചു നോക്കണം. സാർ അത് ഞാൻ നോക്കിക്കോളാം. മിസ്റ്റർ ബാലേന്ദ്രൻ പോയിക്കോളൂ. ഞങ്ങൾ ഉടൻ തന്നെ ഇറങ്ങുക. താങ്കളുടെ പരാതി ഞങ്ങൾക്ക് നിസ്സാരമല്ല. സാർ സമയം പോയിക്കൊണ്ടിരിക്കുക. രാത്രി കിഡ്നാപ്പ് ചെയ്തവർക്ക് എങ്ങോട്ട് വേണമെങ്കിലും കടത്തിക്കൊണ്ട് പോകാം. ഞാൻ വേണ്ടത് ചെയ്തോളാം. നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോ. താങ്ക് യു സാർ.
കേട്ടാ ഇത്ര പെട്ടെന്ന് എത്തിയോ? ശിവനില്ലേ? ഇപ്പൊ വരും. കേറി വാ. വീട്ടിൽ വരുന്നോ? ഇല്ല, നേരെ ഇങ്ങോട്ട് വന്നു. ഇങ്ങോട്ടുള്ള റൂട്ട് എങ്ങനെ കിട്ടി? മനു പറഞ്ഞു വന്നു. ഓ, അവനാണല്ലേ ഗംഗേട്ടൻ ഈ വരവിന്റെ പുറകില്. എടാ, നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നേ? ബോധമില്ലേ നിനക്കൊന്നും? ഗംഗേട്ടാ, ബാലേന്ദ്രൻ വൈജിയുടെ നില കാണും. വൈജിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവന് വേറൊരു സ്ത്രീയുമായിട്ട് രഹസ്യബന്ധം, അതിലൊരു മകള്. ഇതൊക്കെ വൈജി എങ്ങനെ സഹിക്കും? ആ ഗംഗേട്ടൻ എത്തിയോ? നീ എവിടെ പോയതാ? ഞാനൊന്ന് ബാറിലോട്ട് പോയതാ. രണ്ടെണ്ണം അടിക്കാൻ ആകെ ടെൻഷനാണ്. എയർപോർട്ടിൽ നിന്ന് എങ്ങനെയാ വന്നേ? ടാക്സി വിളിച്ചു പോന്നു. മാലതി എടുത്തി? അവള് മോളുടെ അടുത്തേക്ക് പോയി, പൂനെക്ക്. അത് ശരി. അപ്പൊ ഒറ്റയ്ക്കാ വന്നേ? എടാ ശിവ, നിനക്കെങ്കിലും വേണ്ട ഒരു സാമാന്യ ബോധം. രാജീവ് പണ്ടേ ചൂടന, അവനെ വിട്. ബാലേന്ദ്രൻ വൈജയെ പറ്റിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അതിൽ ഇത്ര രോഷമുള്ള അവളാരാ? അവള് ബാലേന്ദ്രനെ പറ്റിച്ചില്ലേ? ഒരുത്തിന്റെ കൂടെ കുറെ നാൾ ജീവിച്ചില്ലേ? അവന്റെ കൊച്ചിനെ പ്രസവിച്ചില്ലേ? നിങ്ങൾക്കറിയാത്ത കഥയൊന്നും അല്ലല്ലോ അത്. എല്ലാം അറിഞ്ഞുകൊണ്ട് ബാലേന്ദ്രനെ ചോദ്യം ചെയ്യുന്ന നിന്റെയൊക്കെ മൊറാലിറ്റി എന്തുവാടാ? നമ്മുടെ പെങ്ങൾക്ക് കല്യാണത്തിന് മുമ്പ് ഒരുത്തിന്റെ കൂടെ കഴിയാം, അവന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാം, പ്രസവിക്കാം, ഒരു കുഴപ്പമില്ല. ബാലേന്ദ്രൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ തട്ടണം. എന്ത് ധാർമ്മികതയാടാ അത്? ഈ എത്തിക്സ്, ഇന്റഗ്രിറ്റി, മൊറാലിറ്റി എന്നൊക്കെ പറയുന്നത് ആദ്യം അവനവനിൽ ഉണ്ടോ എന്ന് നോക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരെ പഠിക്കാൻ. അതിപ്പോ വൈജയുടെ കഥ ബാലേന്ദ്രൻ അറിയാന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. ഓ, അത് ബാലേന്ദ്രൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ വൈജയെ വിശുദ്ധയാക്കാമായിരുന്നു അല്ലെ? ഗംഗേട്ടനല്ലേ അവനെല്ലാം പറഞ്ഞു കൊടുത്തത്? വല്ല കാര്യം ഉണ്ടായിരുന്നു? ആഗ്രയിൽ നടന്ന സ്റ്റോറി മുഴുവൻ അവന്റെ മുമ്പിൽ വിസ്തരിക്കാൻ വൈജയെ ഒറ്റ കൊടുത്തത് ഗംഗേട്ടൻ ഒറ്റയാളാ. എന്നിട്ട് ഞങ്ങളെ വിവരം അറിയിച്ചോ? ഇല്ല. അതിനുശേഷം ഗംഗേട്ടൻ ഇവിടെ ഒരു തവണ വന്നിട്ട് പോയി. ബാലേന്ദ്രൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അപ്പോഴും ഗംഗേട്ടൻ പറഞ്ഞില്ല ഞങ്ങളോട്. ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. എടാ രാജീവേ, ഒരു ദിവസം ബാലേന്ദ്രൻ ഭ്രാന്ത് പിടിച്ച പോലെ നീലഗിരിയിൽ എന്റെ വീട്ടിൽ കയറി വന്നു. എന്നിട്ട് ചോദിച്ചു, കല്യാണത്തിന് മുമ്പ് വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചോ എന്ന്. ഗംഗേട്ടൻ നിഷേധിക്കണമായിരുന്നു, ഇല്ലെന്ന് തറപ്പിച്ചു പറയണമായിരുന്നു. അതിന് പകരം ഗംഗേട്ടൻ അവന്റെ മുമ്പിൽ സത്യസന്ധനാവാൻ പോയി അല്ലേ? അവൻ സകല തെളിവുകളോടും കൂടിയാ വന്നത്. നിഷേധിക്കാൻ പറ്റത്തില്ല ശിവ. സറണ്ടർ ചെയ്യുകയല്ലാതെ എന്റെ മുന്നിൽ മാർഗമൊന്നും ഇല്ലായിരുന്നു. അവനവൻ പാരാന്ന് പറയുന്നത് ഇതാണ്. ഗംഗേട്ടൻ തന്നെ സ്വന്തം പെങ്ങൾക്കും അനിയന്മാർക്കും പാര വെച്ചു. വൈജയുടെ എല്ലാ ചരിത്രവും അറിഞ്ഞിട്ട് നിൽക്കുന്ന അവന്റെ മുന്നിലോട്ട് നിങ്ങൾ വൈജയുടെ സദാചാരവും പ്രസംഗിച്ചോണ്ട് ചെന്നാ അവൻ സമ്മതിക്കൂ? അവൻ ഇതെല്ലാം മനസ്സിൽ വെച്ചോണ്ടാണ് നമുക്ക് പണിതോണ്ടിരുന്നത്. ഒരു കുലുക്കമില്ല അവൻ എന്തു പറഞ്ഞിട്ട്. ഞങ്ങളോടൊരു വാക്ക് പറയാനില്ല ഗംഗേട്ടൻ. അവൻ വൈജയുടെ അടുത്ത് പൊട്ടിത്തെറിച്ച് കുടുംബം തകർക്കുന്ന ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ ഞാൻ കഴിഞ്ഞോണം വന്നപ്പോ എനിക്ക് മനസ്സിലായി, അവൻ ആരോടൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. വൈജിയോട് ഇഷ്ടക്കേട് കാണിക്കുന്നതേ ഉള്ളൂ. അത് സ്വാഭാവികം. കുറെ കഴിയുമ്പോ അവൻ അവളോട് പൊറുക്കാൻ കഴിയുന്നെങ്കിൽ പതിയെ പതിയെ അത് കൂടുതൽ ആരും അറിയാതെ തേഞ്ഞു മാഞ്ഞു പൊയ്ക്കോട്ടെ എന്ന് കരുതിയ നിങ്ങളോട് പോലും ആ കാര്യം പറയാതിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വൈജയും കൂടിയ ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് ബാലേന്ദ്രൻ ആകെ ചെയ്ത കാര്യം ബെഡ്റൂം മാറി എന്നത് മാത്രമാണ്. അയാളെ ചതിച്ചവളുടെ കൂടെ അയാൾ ചെന്ന് കെട്ടിപ്പിടിച്ച് കിടന്നേ പറ്റൂന്ന് ആർക്കായിരുന്നു ഇത്ര നിർബന്ധം? അത് ഞങ്ങൾ അറിയാതെ. അറിയാതെയാണോടാ? വൈജയുടെ പാസ്റ്റ് മുഴുവൻ അറിയായിരുന്നില്ലേ? അതിനിപ്പം ബാലേന്ദ്രൻ പകരത്തിനവരം ചെയ്തില്ലേ? അവനുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരു ബന്ധം, അതിലൊരു മകളും. തട്ടിക്ക് ഇടിച്ച് നോക്കുമ്പോ വൈജയ്ക്കും ബാലേന്ദ്രനും പരസ്പരം ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ക്ഷമിച്ചാലും തീരത്തില്ല. നിങ്ങൾക്കറിയാഞ്ഞിട്ടാ. അന്ന് 23 വർഷം മുമ്പ് വൈജ പ്രസവിച്ച കുട്ടി മരിച്ചിട്ടില്ല. മരിച്ചെന്ന് അച്ഛനും രാവണി അമ്മാമ്മയും കൂടി നമ്മളെ വിശ്വസിപ്പിച്ചതാ. അത് മരിച്ചുപോയതാണല്ലോ. കള്ളമായിരുന്നോ? അതിനെ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. അത് ജീവിച്ചിരിപ്പുണ്ട്. വൈജ പ്രസവിച്ച കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നോ? ജീവനോടെ ഉണ്ടെന്ന് മാത്രമല്ല, നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ബാലേന്ദ്രന്റെ മകളല്ല, വൈജയുടെ മോള അലീന. ബാലേന്ദ്രൻ പറഞ്ഞ കഥയൊക്കെ കള്ളക്കഥയാണ്. അവന് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്നും അതിൽ ജനിച്ച കുട്ടിയാണെന്നും ഒക്കെ എല്ലാം അറിഞ്ഞിരുന്നോണ്ടാ അവൻ ഓരോന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും. നിങ്ങൾ പൊട്ടന്മാര്, മണ്ട ശിരോമണികള് അവന്റെ ചരടുവലിക്കനുസരിച്ച് തുള്ളിക്കൊണ്ടിരുന്നു. അലീന വൈജയുടെ മകളാ? അവൾക്കറിയാം വൈജ അമ്മയാണെന്ന് അറിഞ്ഞിട്ട് തന്നെ അവള് വന്നത്. പക്ഷേ ആരോടും പറഞ്ഞില്ല. അച്ഛൻ അറിയായിരുന്നു വൈജയുടെ മോളാണെന്ന്. അതുകൊണ്ടാ അച്ഛൻ കഴക്കൂട്ടത്തെ ഓർഫനേജിൽ പോയി അലീനെ കണ്ടതും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഏർപ്പാടാക്കിയതും. എല്ലാരും കൂടി എങ്ങോട്ടാ? നിങ്ങൾ ചീത്ത ആൾക്കാരാ. നിങ്ങൾ എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാ. മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഞാൻ നിങ്ങളെ വലിപ്പിക്കും. അലീനയ്ക്ക് ഒരു പോറലെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയാണ് ഇത്രയും കാലം സംരക്ഷിച്ചുകൊണ്ടിരുന്നതെന്ന് തനിക്ക് മനസ്സിലായോളൂ. മനസ്സിലായി. അറിഞ്ഞാൽ അവൾ ഒന്നുകിൽ ഡിവോഴ്സിന് പോകും, അല്ലെങ്കിൽ ചത്തുകളയും. അവൾ ഇതറിഞ്ഞ ശേഷം അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്തിരിക്കാൻ ഞാനും ഉണ്ടാവില്ല ഗംഗേ.